ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് പുരോഗമിക്കുന്നു. രാവിലെ 11 മണിവരെ 27.65% പോളിംഗ് രേഖപ്പെടുത്തി. കൊച്ചിയിൽ വ്യാവസായിക ആവശ്യങ്ങൾക്ക് സ്ഥലം വാടകയ്ക്ക് ലഭ്യമാക്കുന്ന ഇൻഡസ്ട്രിയൽ ഗാല പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി പി രാജീവ്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ പോരായ്മകൾ പരിഹരിക്കാൻ സർക്കാർ എടുത്ത നടപടികൾ വ്യക്തമാക്കുന്ന സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേരള ഹൈക്കോടതി നിർദ്ദേശം. ഹരിത കേരളം മിഷൻ നടപ്പാക്കിയ ഒരു തൈ നടാം ജനകീയ ക്യാമ്പയിന്റെ സംസ്ഥാനതല പൂർത്തീകരണ പ്രഖ്യാപനം ഇന്ന് തൃശൂരിൽ മന്ത്രി കെ രാജൻ നിർവഹിക്കും. തദ്ദേശ ഭരണ സംവിധാന രംഗത്തേക്ക് കൂടുതൽ പ്രൊഫഷണലുകൾ കടന്നുവരണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ തിരുവനന്തപുരം ആകാശവാണിയിൽ നടന്ന പരിപാടിയിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മീഡിയ ഹാൻഡ്ബുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പുറത്തിറക്കി. ഇന്ത്യ ഓസ്ട്രേലിയ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാമത്തെ മത്സരം ഇന്ന് ക്വീൻസ്ലാൻഡിൽ. വാർത്തകൾ വിശദമായി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് പുരോഗമിക്കുന്നു. രാവിലെ 11 മണിവരെ 27.65% പോളിംഗ് രേഖപ്പെടുത്തി. വിശദാംശങ്ങളിലേക്ക്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ സഹർസ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പട്ന ജില്ലയിലെ ഭക്തിയാർപൂരിലും ഉപമുഖ്യമന്ത്രിയും താരാപൂർ സീറ്റിലെ BJP സ്ഥാനാർത്ഥിയുമായ സാമ്രാജ് ചൌധരി മുൻഗറിലും വോട്ട് രേഖപ്പെടുത്തി. 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങളിലേക്കാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് വൈകുന്നേരം 6 മണിവരെ തുടരും. സ്വതന്ത്രവും നീതിയുക്തവും സമാധാനപരവുമായ പോളിംഗ് ഉറപ്പാക്കാൻ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ദേശീയ ഗീതം വന്ദേമാതരത്തിന്റെ 150ാം വാർഷികാഘോഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഇതോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് പ്രചോദനം നൽകുകയും രാജ്യത്തിന്റെ അഭിമാനവും ഐക്യവും ഉയർത്തിക്കാട്ടുകയും ചെയ്ത കാലാതീത രചനയാണ് വന്ദേമാതരം. വന്ദേമാതരത്തിന്റെ 150ാം വാർഷിക ചരിത്രത്തെക്കുറിച്ചുള്ള ക്യൂറേറ്റഡ് എക്സിബിഷൻ, ഹ്രസ്വ ഡോക്യുമെന്ററി പ്രദർശനം, സ്മാരക സ്റ്റാമ്പും നാണയവും പുറത്തിറക്കൽ എന്നിവയും ഇതോടനുബന്ധിച്ച് നടക്കും. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് കൌൺസിൽ ഫോർ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ചൂണ്ടിക്കാണിച്ച പോരായ്മകൾ പരിഹരിക്കാൻ സർക്കാർ എടുത്ത നടപടികൾ വ്യക്തമാക്കുന്ന സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചു. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോടാണ് കോടതി നിർദ്ദേശിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നതിനെ തുടർന്ന് സർക്കാർ ആശുപത്രികളിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് ശ്യാംകുമാർ VM എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കുവൈറ്റിൽ എത്തി. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ത്യൻ എംബസി പ്രതിനിധികളും ലോക കേരള സഭ അംഗങ്ങളും മലയാളം മിഷൻ കലാ കുവൈറ്റ് ഭാരവാഹികളും ചേർന്ന് സ്വീകരിച്ചു. കുവൈറ്റ് സർക്കാർ പ്രതിനിധികളുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. നാളെ വൈകിട്ട് മൻസൂരിയയിലെ അൽ അറബി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി കുവൈറ്റിലെ മലയാളികളെ അഭിസംബോധന ചെയ്യും. കൊച്ചിയിൽ ആധുനിക സൌകര്യത്തോടെ വ്യാവസായിക ആവശ്യങ്ങൾക്ക് സ്ഥലം വാടകയ്ക്ക് ലഭ്യമാക്കുന്ന ഇൻഡസ്ട്രിയൽ ഗാല പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി പി രാജീവ്. ഉത്പാദനം, അനുബന്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയ്ക്ക് സാങ്കേതിക സേവനദാതാക്കളെയും സേവനങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പദ്ധതിയായിരിക്കുമിതെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. തദ്ദേശ ഭരണ സംവിധാന രംഗത്തേക്ക് കൂടുതൽ പ്രൊഫഷണലുകൾ കടന്നുവരണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ആകാശവാണി വാർത്താ വിഭാഗം മാധ്യമപ്രവർത്തകർക്കായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മീഡിയ ഹാൻഡ്ബുക്ക് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമിക്ക് നൽകി ശ്രീ എ ഷാജഹാൻ പ്രകാശനം ചെയ്തു. നിർമ്മിത ബുദ്ധിയുടേതായ ഇക്കാലത്ത് യാഥാർത്ഥ്യമാണോ എന്ന് പരിശോധിക്കുന്നതിന് വലിയ പ്രാധാന്യമാണ് ഉള്ളതെന്ന് ശ്രീ വി പളനിച്ചാമി പറഞ്ഞു. മറ്റ് തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് മാധ്യമപ്രവർത്തകരുടെ ശ്രദ്ധ കൂടുതൽ ആവശ്യമുള്ള ഒന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ എന്ന് ആകാശവാണി വാർത്താ വിഭാഗം മേധാവി ലെമി ജി നായർ പറഞ്ഞു. നിലയ മേധാവി AG ബൈജു, പ്രോഗ്രാം വിഭാഗം മേധാവി PA ബിജു, വാർത്താ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ M സ്മിതി, ന്യൂസ് എഡിറ്റർ B അനില എന്നിവർ സംസാരിച്ചു. തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടപടികളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് കമ്മീഷൻ സെക്രട്ടറി BS പ്രകാശ് നേതൃത്വം നൽകി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ ഒരു തൈ നടാം ജനകീയ ക്യാമ്പയിന്റെ സംസ്ഥാനതല പൂർത്തീകരണ പ്രഖ്യാപനം തൃശൂർ ടൌൺ ഹാളിൽ മന്ത്രി കെ രാജൻ ഇന്ന് നിർവഹിക്കും. സംസ്ഥാനമൊട്ടാകെ 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാൻ ലക്ഷ്യമിട്ടാരംഭിച്ചതാണ് ക്യാമ്പയിൻ. ക്ലിഫ് ഹൌസ് അങ്കണത്തിൽ കുളമാവ് തൈ നട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഒരു തൈ നടാം ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. അർത്തുങ്കൽ ഫിഷിംഗ് ഹാർബറിലെ മൂന്നാം ഘട്ട പുലിമുട്ടുകളുടെയും മറ്റ് അനുബന്ധ പ്രവൃത്തികളുടെയും നിർമ്മാണോദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ ഇന്ന് നിർവഹിക്കും. മന്ത്രി പി പ്രസാദ് അധ്യക്ഷനാകും. ഹാർബറിന്റെ 30% പ്രവൃത്തികൾ ഇതിനകം തന്നെ 2 ഘട്ടങ്ങളിലായി പൂർത്തീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് നാളെ പാലക്കാട് തുടക്കമാകും. മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നായി 8500-ലധികം ശാസ്ത്ര പ്രതിഭകൾ 4 ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, ഗണിതശാസ്ത്രം, IT, പ്രവൃത്തി പരിചയം, VHSC എക്സ്പോ എന്നിങ്ങനെ 6 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. നഗരത്തിലെ 6 വിദ്യാലയങ്ങളിലായാണ് ശാസ്ത്രോത്സവം നടക്കുക. രജിസ്ട്രേഷൻ നാളെ രാവിലെ 10 മണിക്ക് ഗവൺമെന്റ് മോയൻസ് സ്കൂളിൽ ആരംഭിക്കും. വിക്ടോറിയ കോളേജ് മൈതാനത്താണ് 1000 പേർക്ക് ഇരിക്കാവുന്ന വിധത്തിൽ ഊട്ടുപുര ഒരുക്കിയിരിക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ഓരോ വേദികളിലും ഡോക്ടർമാർ ഉൾപ്പെടുന്ന ഓരോ മെഡിക്കൽ യൂണിറ്റുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. NCC, SPC, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റുകളിലെ 2250 വോളണ്ടിയർമാരുടെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, യുവജനകാര്യ കായിക മന്ത്രാലയം, മേര യുവഭാരത് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 17ാമത് പട്ടികവർഗ യുവജന വിനിമയ പരിപാടി കോഴിക്കോട് യൂത്ത് ഹോസ്റ്റലിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്തു. പിന്നാക്ക മേഖലകളിലെ ഗോത്രവർഗ യുവജനങ്ങൾക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ, സംസ്കാരം, പാരമ്പര്യം, ജീവിതശൈലികൾ എന്നിവ നേരിൽ കണ്ട് മനസ്സിലാക്കുവാനും ഗോത്രവർഗ യുവജനങ്ങളുടെ സമഗ്ര വികസനവും ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ത്യ ഓസ്ട്രേലിയ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാമത്തെ മത്സരം ഇന്ന് നടക്കും. ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡിലെ കരാര ഓവലിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:45 മത്സരം ആരംഭിക്കും. 5 കളികളുള്ള പരമ്പരയിലെ 3ാം മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചതോടെ നിലവിൽ 1-1 സമനിലയിലാണ്. ഈജിപ്തിലെ കെയ്റോയിൽ ഇന്ന് ആരംഭിക്കുന്ന ISSF വേൾഡ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ 40-അംഗ ഇന്ത്യൻ സംഘത്തെ മനു ഭാക്കറും സ്വപ്നിൽ കുസാലിയും നയിക്കും. 2 തവണ ഒളിമ്പിക് മെഡൽ ജേതാവായ മനു ഭാക്കർ പിസ്റ്റൾ ടീമിനെയാണ് നയിക്കുക. ഈ മാസം 17 വരെ നീണ്ടുനിൽക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 72 രാജ്യങ്ങളിൽ നിന്നുള്ള 720 ഷൂട്ടർമാർ പങ്കെടുക്കും. സൂപ്പർ ലീഗ് കേരളയിൽ കണ്ണൂർ വാരിയേഴ്സ് FC-യുടെ ആദ്യ ഹോം മത്സരം നാളെ കണ്ണൂരിൽ നടക്കും. ജവഹർ സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. വൈകിട്ട് 6 മുതൽ ടിക്കറ്റുമായി സ്റ്റേഡിയത്തിൽ പ്രവേശിക്കാം. തിരുവനന്തപുരം ടെക്നോ പാർക്ക് ഫേസ് 3-ൽ ദുബായ് ആസ്ഥാനമായുള്ള സ്ഥാപനം 10 ലക്ഷം ചതുരശ്ര അടിയിൽ പുതിയ IT ടവർ നിർമ്മിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. മെറിഡിയൻ ടെക് പാർക്ക് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ട്വിൻ ടവർ പദ്ധതിയിലൂടെ 880 കോടിയുടെ നേരിട്ടുള്ള വിദേശ നിക്ഷേപവും 10,000 തൊഴിലവസരങ്ങളും സംസ്ഥാനത്തേക്ക് എത്തുമെന്നും മന്ത്രി അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 24 പോയിന്റ് ഉയർന്ന് 83,480-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 35 പോയിന്റ് കുറഞ്ഞ് 25,524-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. സ്വർണം ഗ്രാമിന് 40 രൂപ ഉയർന്ന് 11,175 രൂപയും പവന് 320 രൂപ കൂടി 89,400 രൂപയുമാണ് ഇന്നത്തെ വില. കേരള വാട്ടർ അതോറിറ്റിയുടെ വെള്ളയമ്പലം ജലശുദ്ധീകരണശാലയിൽ ഈ മാസം 11 മുതൽ 13 വരെ ശുചീകരണ ജോലികൾ നടക്കുന്നതിനാൽ തിരുവനന്തപുരം നഗരത്തിൽ വിവിധ ഇടങ്ങളിൽ ജലവിതരണം തടസ്സപ്പെടും. കുരിയാത്തി സെക്ഷൻ പരിധിയിൽ വരുന്ന തമ്പാനൂർ, ഫോർട്ട് ശ്രീവരാഹം, ചാല, വലിയശാല, കുരിയാത്തി, മണക്കാട്, ആറ്റുകാൽ, വള്ളക്കടവ്, മുട്ടത്തറ, കമലേശ്വരം, കളിപ്പാൻകുളം, പെരുന്താനി തുടങ്ങിയ വാർഡുകളിലും പാറ്റൂർ സെക്ഷൻ പരിധിയിൽ വരുന്ന ശ്രീകണ്ഠേശ്വരം, പാൽക്കുളങ്ങര വാർഡുകളിലും 11, 12 തീയതികളിൽ ഭാഗികമായും 13-ന് പൂർണ്ണമായും ശുദ്ധജല വിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. പുനർനിർമ്മിച്ച ആലപ്പുഴ ചേർത്തല സെന്റ് മേരീസ് പാലത്തിന്റെയും ചേർത്തല നഗര സൌന്ദര്യവൽക്കരണത്തിന്റെയും നെടുമ്പ്രക്കാട് വിളക്കുമരം പാലത്തിന്റെയും ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇന്ന് നിർവഹിക്കും. ചടങ്ങിൽ മന്ത്രി പി പ്രസാദ് അധ്യക്ഷനാകും. KC വേണുഗോപാൽ MP വിശിഷ്ട അതിഥിയാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് പുരോഗമിക്കുന്നു. രാവിലെ 11 മണിവരെ 27.65% പോളിംഗ് രേഖപ്പെടുത്തി. കൊച്ചിയിൽ വ്യാവസായിക ആവശ്യങ്ങൾക്ക് സ്ഥലം വാടകയ്ക്ക് ലഭ്യമാക്കുന്ന ഇൻഡസ്ട്രിയൽ ഗാല പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി P രാജീവ്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ പോരായ്മകൾ പരിഹരിക്കാൻ സർക്കാർ എടുത്ത നടപടികൾ വ്യക്തമാക്കുന്ന സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേരള ഹൈക്കോടതി നിർദ്ദേശം. ഹരിത കേരളം മിഷൻ നടപ്പാക്കിയ ഒരു തൈ നടാം ജനകീയ ക്യാമ്പയിന്റെ സംസ്ഥാനതല പൂർത്തീകരണ പ്രഖ്യാപനം ഇന്ന് തൃശൂരിൽ മന്ത്രി K രാജൻ നിർവഹിക്കും. തദ്ദേശഭരണ സംവിധാന രംഗത്തേക്ക് കൂടുതൽ പ്രൊഫഷണലുകൾ കടന്നു വരണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ. തിരുവനന്തപുരം ആകാശവാണിയിൽ നടന്ന പരിപാടിയിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മീഡിയ ഹാൻഡ്ബുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പുറത്തിറക്കി. ഇന്ത്യ ഓസ്ട്രേലിയ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാമത്തെ മത്സരം ഇന്ന് ക്വീൻസ്ലാൻഡിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.